അടിപൊളി പടം. മോളിച്ചേട്ടൻ തിരിച്ചു വരുമോ? കേരളം കത്തുവോ? കത്തിക്കും. കേരളത്തിൽ ചിലപ്പോ ഒന്ന് കത്തിക്കയറാൻ ചാൻസ്. നല്ലതാ. ഐ ഡോണ്ട് നോ ഇവർ ഇത്രയും നല്ലൊരു കോമഡി ഹിറ്റ് ആവും. അടിപൊളിയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് ഇതേയുള്ള ഡയറക്ടർമാർ ഇനിയും ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ പടത്തിലാണെങ്കിലും ഈ പടത്തിലാണെങ്കിലും ആ കംബാക്ക് നല്ല കാണാം. നല്ല പടം തന്നെയാണ്. അടിപൊളിയാണ്. നിവിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണോ? അങ്ങനെ പറയാൻ പറ്റൂല. 100 കോടി ക്ലബിലേക്ക് അയ്യോ 100 എത്തൊന്നുമില്ല. 100 എത്തൂല. നിവിനും ധ്യാനും തമ്മിൽ സംഭവം കുഴപ്പമില്ലായിരുന്നു. സിനിമ ആവറേജ്. കേട്ടില്ല. വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. അങ്ങനെയൊന്നും പറയാനില്ല. നമ്മൾ കണ്ടുമട സംഭവം തന്നെ. നമ്മള് ഹിന്ദിയിലെ കണ്ടുവട സംഭവം ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമ ആ ടൈപ്പ് കാര്യം തന്നെ. അടിപൊളി പടമായിരുന്നു. അടിപൊളി സിനിമയാണ്. ഈ നിവിൻപോളിയുടെ കമ്പാക്കാണെന്നാണ് തിരിച്ചു പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റും. നല്ല സിനിമ. കുഴപ്പമില്ല. അടിപൊളി. കുഴപ്പമില്ല. അടിപൊളി തകർപ്പൻ എൻട്രി ആണോ നിവിൻപോളിയുടെ? വലിയ സുഖമില്ല. ധ്യാന്റെ ഒക്കെ ക്യാരക്ടർ എങ്ങനെ വെക്കുന്നുണ്ട്? കുഴപ്പമില്ല. ഒരു അധിക നേരമൊന്നും ഇല്ല. അവരുടെ കോമ്പ് വർക്കൗട്ട് അവിടെ ഇവിടെ ഒക്കെ രസമുണ്ടായിരുന്നു. ഡിജോന്റെ മറ്റു പടങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? ഒരു സ്ഥലത്ത് നിന്നില്ല. അതൊരു അങ്ങനെ ഒരു കണ്ടന്റ് അത്ര ഫോക്കസ് ഉള്ള പോലെ തോന്നിയില്ല. മൊത്തത്തിൽ ഒരു അവിയല് പോലെ. നിവിൻപോളിയുടെ തിരിച്ചുവരവെന്ന് പറയാറായിട്ടില്ല. ഇതുകൊണ്ടല്ല. തിരിച്ചുവരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രതീക്ഷിക്കും നമ്മള്. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, നല്ല എൻഗേജിംഗ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോ കുറച്ച് ലാഗ് തോന്നി. സെക്കൻഡ് ഹാഫ് തുടക്കം കുറച്ച് ലാഗ് തോന്നി. പിന്നെ അവസാനത്തിൽ 15 മിനിറ്റ് ഉണ്ടാവും ഒരു ക്ലൈമാക്സ് എന്ന് പറയാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതില് ഡിസപ്പോയിന്റഡ് ആണ്. അത് വെച്ചോക്കുമ്പോൾ ഡിസപ്പോയിന്റഡ് ആണ്. എക്സ്പീരിയൻസ് ബട്ട് ഗുഡ് സ്റ്റോറി. ചെറിയ ലാഗ് ഉണ്ട് ബട്ട് എൻജോയബിൾ ഫാമിലി മൂവി. നിവിന്റെ തിരിച്ചുവരവായിട്ട് നമുക്ക് കാണാം. യെസ്. ആഫ്റ്റർ എ ലോങ് ടൈം. യെസ്. നിവിനും ധ്യാനും തമ്മിലുള്ള സംഭവം നല്ലതാ. ഐ ഡോണ്ട് നോ ഇവർ ഇത്രയും നല്ലൊരു കോമഡി ഹിറ്റ് ആവുന്നു. സംതിങ് ലൈക്ക് പണ്ടത്തെ എന്താ ഒരു സൗബിൻ വിനയ് ഫോട്ടൊക്കെ അത്രയും ഞാൻ പറയുന്നില്ല ബട്ട് ഗുഡ് കോമഡി. എന്താ ഒരു ഡുവോ കൊള്ളാം. ഒരു 100 കോടി അടിക്കാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ ഡിപെൻഡ്സ്. ഇപ്പൊ വേറെ നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ഉള്ള കുറെ മൂവീസ് ഇല്ലേ. സോ വി ഡോണ്ട് നോ. ഐ കാൻ പ്രെഡിക്ട് ദാറ്റ് ബട്ട് ഗുഡ് മൂവി. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. ഈശോയുടെ കഴിഞ്ഞ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ആ ഒരു ജോണറിൽ പെട്ട സിനിമയാണോ അതോ? കുറച്ചിടയ്ക്ക് സീരിയസ് ആകുന്നുണ്ട് ബട്ട് ഓവറോൾ എന്റർടൈനർ ആണ് വിത്ത് ഫൺ ഫാക്ടർ വിത്ത് സം മെസ്സേജ്. കേരളം കത്തിക്കോ? ഡിപെൻഡ്സ്. ഐ ഡോണ്ട് നോ അഗൈൻ. നല്ല സിനിമയാണ്. നല്ലൊരു മെസ്സേജ് ഒക്കെ നല്ല പെർഫോമൻസ് ആണ്. സാമൂഹ്യ പ്രതിബദ്ധത. അതെ നല്ലൊരു മെസ്സേജ് ആണ് വെച്ചത്. ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇതിന്റെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. നിവിൻപോളി അടിപൊളിയാണ് പക്ഷെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിവിനും ധ്യാനും തമ്മിലുള്ള അത് ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ലാഗായിരുന്നു. അടിപൊളിയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് ഇതേയുള്ള ഡയറക്ടർമാർ ഇനിയും ഉണ്ടാവട്ടെ. വ്യക്തമായ ആശയം നൽകുന്ന പടങ്ങളാണ്. ഈശോയുടെ മുൻകാല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണോ അദ്ദേഹം ചിത്രീകരിച്ചത്? വ്യത്യാസമുണ്ട്, എന്നാലും നല്ല വ്യക്തമായ ആശയങ്ങളാണ് പടത്തിൽ കൊടുക്കുന്നത്. നിവിൻപോളിയുടെ തിരിച്ചറിവ് നമുക്ക് ഈ സിനിമയിൽ നല്ല നാച്ചുറൽ ആക്ടിങ് നല്ല രീതിയിലുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ നിവിൻപോളിക്ക് ഉണ്ടായിരുന്നു. അത്തരം വിമർശനങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു ഉത്തരം നൽകുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും പടം കാണണ്ടേ. തിരിച്ചറിവ് തന്നെയാണ്. അടിപൊളിയായിരുന്നു. 2018 പോലത്തെ ഒരു ഫീലാണ്. നിവിൻപോളിയുടെ അഭിനയം അടിപൊളി പടം. മോളിച്ചേട്ടൻ തിരിച്ചു വരുമോ? കേരളം കത്തുവോ? കത്തിക്കും. നിവിൻപോളിയുടെ തിരിച്ചത് ഒരുപാട് വിമർശനങ്ങൾ നിവിൻപോളിക്കെതിരെ ഉണ്ടായിരുന്നു. അത്തരം വിമർശനങ്ങൾക്ക് അത് കഴിഞ്ഞ പടത്തിലാണെങ്കിലും ഈ പടത്തിലാണെങ്കിലും ആ കംബാക്ക് നല്ല കാണാം. നിവിൻപോളി ധ്യാനും തമ്മിലുള്ള കോമ്പോ എങ്ങനെയുണ്ടാവും? ഒരു സിനിമ ഉണ്ടല്ലോ, എല്ലാ ജനഗണമനയാണെങ്കിലും ഏത് പടമാണെങ്കിലും ആ ഒരു വൈബ് ഈ പടത്തിലുണ്ട്. പൊളിറ്റിക്കൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഒരു സാമൂഹ്യ പ്രതിബദ്ധത വരുന്ന സിനിമയാണ്. അതെ, നമ്മള് ഒരു ഫുള്ളി ഫൺ മൂവി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റും നല്ലപോലെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അത്ര ശ്രദ്ധ പോയില്ല, എന്നാലും പുള്ളിയുടെ അഭിനയം അത്യാവശ്യം നൈസായിരുന്നു. കോമഡി ആണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കോമഡീസ് ഒക്കെ നന്നായി ഏറ്റിട്ടുണ്ട്. 100 കോടി ക്ലബിലേക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ നല്ല മൂവിയാ, ആൾക്കാരിലേക്ക് എത്തുന്ന മൂവിയാ. ഒരു ഫാമിലി ഓറിയന്റഡ് ഫാമിലി ഓറിയന്റഡ് ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഉള്ള ഒരു മൂവി. കേരളം കത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. മലയാളികൾക്ക് ഒരു റൊമാന്റിക് ആക്ഷൻ തന്നെയാണ്. യെസ്, അതുണ്ടാവും. ഇഷ്ടപ്പെട്ട സിനിമ. നിവിൻപോളി ചേട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. നമുക്ക് അറിയാം, ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിവിൻപോളിക്കെതിരെ, ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ. അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരു ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റും ഈ സിനിമ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നമുക്ക് പറയാൻ പറ്റും നിവിൻപോളിയുടെ തിരിച്ചു വരാന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. നിവിൻപോളി ധ്യാനും തമ്മിലുള്ള കോമ്പൗണ്ട് അടിപൊളിയായിരുന്നോ?
സൂപ്പർ കോടി ക്ലബിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ചാൻസ് ഇല്ല. ആ കണ്ടിട്ട് ഇറങ്ങണം, അടിപൊളി. നിവിൻ പോളി ചേട്ടന് തിരിച്ചു വരവൊന്നുമില്ല, പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ ഇനി തിരിച്ചു വരുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അടിപൊളി. ഒരു പരിധി വരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നുമില്ല, അതൊക്കെ വെറുതെ എന്ത് പറയല്ല, എന്തും പറയാല്ല. ജനം കണ്ടിട്ടോ, ജനത്തിന്റെ അപ്പിയറൻസ് നമ്മൾ നോക്കണ്ട, അത് മാത്രം നോക്കിയാൽ പടം സൂപ്പർ ആയിട്ടുണ്ട്. കേരളം കത്തും കത്തും. ഈ പൊരുവേലത്ത് കേരളം കത്തണം. നല്ലപോലെ വരട്ടെ, പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, നല്ലപോലെ വരട്ടെ. ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ, എല്ലാ പടവും രക്ഷപ്പെടണം. എന്നാലും നമുക്ക് തിയേറ്റർ വരേക്ക് നമ്മള് എല്ലാവരും രക്ഷപ്പെടണം സിനിമ കൊണ്ട്. അത് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കും. ഒരു പടം മോശം പറയും, നല്ലത് പറയും. അല്ല, നമ്മള് ഒരു 3 years മുന്നൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി നല്ലതായിരുന്നേനെ. പക്ഷെ ഇപ്പം വലിയൊരു ഇത് തോന്നില്ല. നോട്ട് വർത്തി ഹോപ്പ്. നിവിൻ പോളിയുടെ ഒരു തിരിച്ചറിവായിട്ട് നമുക്ക് സിനിമ ഇല്ല, അതില്ല. ചില സ്ഥലത്തെ ഇടയ്ക്ക് കുറച്ച് എലമെന്റ്സ് കിട്ടി, ബട്ട് നമ്മൾ വിചാരിച്ചത്ര ഉണ്ടായിരുന്നില്ല. നിവിൻ പോളി ഉണ്ടല്ലോ കഴിഞ്ഞ സിനിമയിലെ, അതിനെ കമ്പയർ ചെയ്തിട്ട് ഈ ആൽപ്പറമ്പിൽ ഗോപി എത്രത്തോളം വർക്കൗട്ടായി? അത് വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നിവിൻ ധ്യാൻ കുഴപ്പമില്ല. ഇനിയും നല്ല പ്രോജക്ട്സും കുറെ കൂടി നല്ല മികച്ച സ്ക്രിപ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുഴപ്പമില്ല. അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി കുറച്ച് പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കെമിസ്ട്രി നന്നായി എന്ന് പറയാനും നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല പടമാണ്. ആള് കയറിക്കോളൂ ഇങ്ങനെ. നിവിൻ പോളി നന്നായിട്ടുണ്ട്. പിന്നെ ഡിജോ ചേട്ടൻ അടിപൊളി ഡയറക്ട് ചെയ്തു. ഡിജോ ചേട്ടൻ പഴയ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം എന്ത് എലമെന്റ് അതിൽ കൊണ്ടുവരുന്നുള്ളൂ? എലമെന്റ്സ് സാമൂഹ്യ പ്രതിബദ്ധത അത്തരത്തില് ഭയങ്കരമായിട്ട് സിനിമ കുറെ പേർക്ക് കുരുവൊട്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ റിയാലിറ്റിയാണ് പറഞ്ഞേക്കണം. എന്താണെങ്കിലും പൊട്ടും. ഈ സിനിമ കേരളം കത്തിക്കോ? കേരളത്തിൽ ചിലപ്പോ ഒന്ന് കത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. ചർച്ചയാവാനുള്ള നല്ല രീതിയിലുണ്ട്. ഏത് വിഷയമാണ് ചർച്ച ചെയ്യാൻ? അത് പാർട്ടികളുടെ പ്രശ്നം നമ്മൾ എന്തിനാ സംസാരിക്കണം? എല്ലാവർക്കും നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ട്.